ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ജീവിക്കുന്ന മകത്തിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ബന്ധനമണിയും കെട്ടുകളഴയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. കൈകൾ ഉയർത്തി ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിന്റെ മുമ്പിൽ ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. നിന്റെ ജീവിതത്തെ, കുടുംബത്തെ, സാമ്പത്തിക മേഖലകളെ എല്ലാറ്റിനെയും കർത്താവ് തുറന്ന സമയമാണ്. ഇരുകരങ്ങളും കർത്താവിലേക്ക് നീട്ടി കർത്താവേ അനുഗ്രഹിക്കണം. നീയല്ലാതെ മറ്റൊന്നുമില്ല എന്റെ ജീവിതത്തിൽ. പെന്തക്കോസ്തയ്ക്ക് വേണ്ടി ഒഴുകുമ്പോൾ ആത്മാവ്, അന്ന് കർത്താവിനെ ഉയർത്തിയ അതേ ആത്മാവ്, അവന്റെ കൂടാരത്തിൽ കാത്തിരുന്ന ആത്മാവ് തീജ്വാലകളായി ഇറങ്ങി വന്നപ്പോൾ അവിടെ ജീവനുണ്ടായില്ലേ? ആത്മാവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. രോഗം മാറും, ക്ഷീണം മാറും, ആരാധന. ഉപകരണങ്ങളോടെ കൈകൾ കൂപ്പി കർത്താവിനെ ആരാധിക്കാം, ഈരടികൾ പാടാം, ഏറ്റുപാടട്ടെ, കർത്താവിന് നന്ദി പറയട്ടെ. ഉപകരണങ്ങളോടെ നിയോഗങ്ങൾ സമർപ്പിക്ക്. രോഗബാധിതരായിട്ടുള്ളവരെ കർത്താവിലേക്ക് കൊടുക്ക്. വൈദ്യശാസ്ത്രം തള്ളിക്കളഞ്ഞ മേഖലകളുണ്ടെങ്കിൽ കർത്താവിലേക്ക് കൊടുക്ക്. ഏറ്റവും വലിയ വൈദ്യനായ കർത്താവ് തൊടും. ഇരുകരങ്ങളും കർത്താവിൽ കൂപ്പുകരങ്ങളോടെ കർത്താവെ അനുഗ്രഹിക്കണേ. ഇത് വലതുകരം ശിരസിലേക്ക് വെക്കാം. രോഗപീഠകളുള്ളവര്, വിട്ടുമാറാത്ത തലവേദനയുള്ളവര്, ഷോൾഡറിന്റെ വേദനകളുള്ളവര്, ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവര് എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. ആത്മാവിനെ വർഷിക്കട്ടെ. രോഗപീഠകളിൽ ആത്മാവ് ഇറങ്ങി വരുമ്പോൾ അവിടെ ജീവൻ ഉണ്ടായില്ലേ? എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ആത്മാവ് അസ്ഥികളുടെ താഴ്വരയിൽ ജീവനായി മാറിയില്ലേ? അസ്ഥികൾക്ക് ജീവൻ നൽകിയില്ലേ? അതുപോലെ ഇന്ന് കുടുംബത്തെ, രോഗപീഠകളെ, സാമ്പത്തിക ബന്ധനങ്ങളെ, മക്കളില്ലാത്ത അവസരങ്ങളെ, നിന്റെ മക്കളുടെ പിടിവാസികളെ ആത്മാവ് ഇന്ന് ആവേശിച്ചുകൊണ്ട് സകല തിന്മകളിൽ നിന്നും മോചിക്കട്ടെ. ഈ ദേവാലയം, ഇതിന്റെ അതിരുകള്, കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് മേഖലകള്, ഇവിടെ ആയിരിക്കുന്നവര്, അവരുടെ കുടുംബങ്ങള് എല്ലാവരെയും സങ്കീർത്തനം 68:1 അഭിഷേകത്തോടെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സകല പൈശാചിക ബന്ധനങ്ങളെ, നാരകീയ ശക്തികളെ യേശുനാമത്തിൽ വിട്ടുപോവുക. കർത്താവിന്റെ കുരിശിന്റെ താഴേക്ക് വിട്ടുപോകാൻ ആജ്ഞാപിക്കുന്നു. യേശുനാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഉള്ളവരെ സ്തുതിക്കാം. ഇരുകരങ്ങൾ ഉയർത്തി യേശുവേ, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ നന്ദി, അത്യുന്നത, സർവശക്ത. ഇവിടെ ദൈവമഹത്വം പ്രകടമാകട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായും പ്രകടമാവുന്ന സമയമാണ്. എന്റെ ജീവിതത്തിന്റെ നൊമ്പരങ്ങള്, ദുഃഖ സമുദ്രങ്ങള്, നിവർത്തിക്കാനാവാത്ത നിയോഗങ്ങളെ ഒക്കെ കർത്താവിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പ്രിയമുള്ളവരെ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ യേശുനാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. എല്ലാ രോഗങ്ങളെയും, നിന്റെ ദുരിതങ്ങളെയും, കുടുംബങ്ങളെയും, മക്കളെയും, ജീവിത പങ്കാളിയെയും, ഈ ദേശത്തെയും ഈ ദേവാലയത്തെയും സ്തുതിക്കട്ടെ. കർത്താവ് തന്റെ ആത്മാവിനെ വർഷിക്കാനായിട്ട് കരയുന്ന മക്കളിലേക്ക് ആശ്വാസത്തിന്റെ തുള്ളികളായി അവൻ എല്ലാ മേഖലകളിലേക്ക് ഒഴുകട്ടെ. ആത്മാവിന്റെ ചൈതന്യത്താൽ ഒഴുകട്ടെ. യേശുവേ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ഉപകരണങ്ങളോടെ നമുക്കായിരിക്കാം. പ്രിയമുള്ളവരെ, വചനം പറയുന്നു, സാവൂളിൽ നിന്ന് ആത്മാവ് നഷ്ടപ്പെട്ടു പോയത് അവന്റെ ജീവിതത്തിന്റെ ഉണ്ടായ അസൂയ മൂലം. നമ്മൾ ആരോടെങ്കിലുമൊക്കെ ക്ഷമിക്കാനുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ ഉയർച്ചയിൽ നമുക്ക് മറ്റുള്ളവരുടെ അസൂയയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നന്മകളായി കണ്ടുകൊണ്ട് അവർക്കെതിരെ നമ്മൾ പിറുപിറുത്തു പോയെങ്കിൽ, വചനം പറയുന്നു ഇസ്രായേൽ ജനം മോശയ്ക്കും അഹ്റോനുമെതിരായിട്ട് പിറുപിറുത്തപ്പോൾ കർത്താവ് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. ഈ ലോകം അത്രയേറെ ദുഷിച്ചതിലേക്ക് പോകുമ്പോൾ
ധാർമ്മിക അധപതനങ്ങൾ സംഭവിക്കുമ്പോൾ ഇന്ന് പാതുവായിലെ പുണ്യവാന്റെ ആലയത്തിൽ പാതുവായിലെ പുണ്യവാൻ ഈശോയെ കരങ്ങളിലെടുത്തവനാണ്. ഇന്ന് കരങ്ങളിലെടുക്കാനുള്ളത് ഈ ദൈവകാരുണ്യമാണ്. പ്രിയമുള്ളവരെ, ഈ ദൈവകാരുണ്യം നഷ്ടപ്പെട്ട പിന്നെ നമുക്ക് എന്തുണ്ട് നമ്മുടെ ജീവിതത്തിൽ? ഈ ദൈവകാരുണ്യം നഷ്ടപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? നമ്മുടെ ജീവിതത്തിൽ ഈ ലോകം തന്നെ കീഴടക്കിയാലും ദൈവം നമുക്ക് നഷ്ടമായാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലെന്ന് നമ്മൾ തിരിച്ചറിയണം. വചനം പറയുന്നു, പാവപ്പെട്ടവന്റെ വീട്ടിലെ ഉണങ്ങിയ റൊട്ടി കഷ്ണമാണ് പണക്കാരന്റെ വീട്ടിലെ കേമമായ സദ്യയേക്കാൾ മെച്ചം. ഇന്ന് വചനം വീണ്ടും ആവർത്തിക്കുന്നു. അന്ന് ദരിദ്രയായിട്ടൊരു വിധവ ഏറ്റവും ചെറിയ നാണയത്തുണ്ട് കർത്താവിലേക്ക് സമർപ്പിച്ചപ്പോൾ അത് ഏറ്റവും മൂല്യമുള്ളതായിട്ട് മാറി. പ്രിയമുള്ളവരെ, ഇന്നൊന്നും നമ്മൾ നോക്കണ്ട. നമ്മുടെ ജീവിതത്തിലുണ്ടായ എല്ലാ ക്ഷമിക്കാനാവാത്ത അവസരങ്ങളും ഒക്കെ കർത്താവിന്റെ പാദത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് മറിയം കരഞ്ഞതുപോലെ അവൾ കരഞ്ഞ് അവന്റെ പാദങ്ങൾ കഴുകി തലമുടി കൊണ്ട് തുടച്ചില്ലേ? നമ്മുടെ പാവങ്ങളെ ഇറക്കി വെച്ച് കണ്ണുനീര് കൊണ്ട് തുടച്ച് നമ്മെ കുത്തിമുറിവേൽപ്പിച്ചവര്, സങ്കടക്കടലിൽ ആഴ്ത്തിയവര്, സാമ്പത്തിക മേഖലകളിൽ നമ്മളെ വേദനിപ്പിച്ചു പോയ സമയങ്ങളിൽ ചതിച്ചവര്, ചതി, വഞ്ചന, വൈരാഗ്യം എന്നീ എല്ലാ തിന്മകളിൽ നിന്നും മോചനം ലഭിക്കാനായിട്ട് അനുഗ്രഹിക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ അനുഗ്രഹത്തിനായിട്ട് നമ്മൾ ശിരസ് നമിക്കുന്നു. നമ്മുടെ എല്ലാ വേദനകളെയും നൊമ്പരങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഈരടികൾ പാടി കർത്താവിന്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കി കൂപ്പുകരങ്ങളോടെ അവിടുത്തെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കർത്താവിനോട് യാചിക്കുകയും മാപ്പിരിക്കുകയും ചെയ്യാം. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി